ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഇതൊരു വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ മാവൊക്കെ ഇവിടെ റെഡിയായി ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ആയാലും ഇഡ്ഡലിയൊക്കെ ആയാലും നമുക്ക് രാവിലെ കിച്ചണിൽ വരുമ്പോഴത്തേന് നല്ലൊരു ഇൻട്രസ്റ്റ് ആണല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂലേ. അപ്പോൾ അങ്ങനെ ഞാനിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇതാ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പാത്രത്തിൽ. എന്നാലാണ് പെട്ടെന്ന് ഇതൊന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മാവൊക്കെ ഒഴിച്ചിട്ട് ഇതിവിടെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതൊക്കെ കറി ഉണ്ടാക്കുന്നത് ഞാനിതാ ഒരു തട്ടിക്കൂട്ടി ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. സാമ്പാർ എന്ന് പറയാം, പക്ഷേ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തത് ഉള്ളിയും തക്കാളിയും കിഴങ്ങും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മാത്രം ഇട്ടിട്ടൊരു സാമ്പാറിൻ്റെ ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് ഇവിടെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് പറ്റൂലേ. ദോശ ആയാലും ഇഡ്ഡലി ആയാലും ഒക്കെ മാവ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു കറി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഇഡ്ഡലിക്കൊക്കെ കഴിക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഇതിലേക്ക് സാമ്പാർ പൊടി ഇട്ടതുകൊണ്ട് സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കറി. അപ്പോൾ അങ്ങനെ എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി വൃത്തിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ കരിവേപ്പിൻ്റെ ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അപ്പോൾ വലിയൊരു കൊമ്പാട്ട പൊട്ടിയത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രത്തേക്ക് ഊരി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 15 ദിവസം എന്തായാലും ഇത് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൊമ്പൊക്കെ പൊട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കലുണ്ട് കേട്ടോ. ചില സമയത്ത് നമുക്ക് മരത്തുമൊക്കെ പോയിട്ട് പറിക്കാനൊന്നും ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ പാത്രത്തിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതെടുത്തിട്ട് കുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൊമ്പ് പൊട്ടുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ ഇന്നത്തെ ദിവസം ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ മിഷു അവിടെ പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഷുവിനെ ഒന്ന് നോക്കാൻ ഇപ്പിച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ബിരിയാണിക്കുള്ള ഓരോ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അധികം ആളുടെ വീട്ടിലും വെള്ളിയാഴ്ച ദിവസം ബിരിയാണിയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ എന്നൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇവരെ ഉപ്പച്ചിക്ക് മോരുകറി ബീഫ് വരട്ടിയത് അതാണ് കേട്ടോ വെള്ളിയാഴ്ച കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് തന്നെയാണ് ഉണ്ടാക്കൽ കേട്ടോ. കുട്ടികൾ ഇങ്ങനെ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കൽ. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നാടൻ ഫുഡിനോടാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെ ഇഞ്ചിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗത്തിൽ തക്കാളിയും കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ അതിന് പണിയെടുക്കാനൊന്നും പറ്റില്ലല്ലേ, പെട്ടെന്ന് റെഡിയാക്കണമല്ലേ. അപ്പോൾ ഞാനിതാ പെട്ടെന്ന് എല്ലാതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധമൊക്കെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. പിന്നെ ഞാനിത് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതാ മസാലക്കുള്ള ഉള്ളിയൊക്കെ ഞാൻ വാട്ടിയെടുക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ എനിക്ക് അടുപ്പത്ത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ടേസ്റ്റും തന്നെ നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കുമ്പോഴാണല്ലോ അല്ലേ എല്ലാ ഭക്ഷണത്തിനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ പിന്നെ ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും ഗരം മസാലയും എല്ലാ പൊടികളും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോൾ ഞാനിതിലേക്ക് ഇതാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ഇതാ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ ഒഴിച്ച് കൊടുത്താലും മതി. ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേഗാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വേഗം ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ ക്യാരറ്റ് എല്ലാതും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ചെടുത്തിട്ട് ഇതാ നമ്മൾ ബിരിയാണീൻ്റെ ചോറ് വേവിക്കണ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ബാക്കി കൊണ്ട് ഇതാ തൈര് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അവിടെ ക്യാരറ്റ് ഇട്ടാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ തൈരിലൊക്കെ. അപ്പോൾ ഇതാ ഞാൻ തൈര് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ വലിയുള്ളി പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് തൈര് നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ തൈര് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മളിത് കഴിക്കുമ്പോഴത്തേന്. അപ്പോൾ ഇതാ ബിരിയാണീൻ്റെ മസാലയൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിതാ വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനിതാ ഇതിലേക്കുള്ളതൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഇതാ അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചോറിലേക്കുള്ള ഉള്ളിയൊക്കെ പൊരിച്ച് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ റൈസൊക്കെ വേവായിട്ടുണ്ട്. പിന്നെ ഞാനിത് ദം ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ബിരിയാണിയൊക്കെ ഇവിടെ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ബിരിയാണിക്ക് വേണ്ടിയിട്ട് അടിപൊളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കാന്താരിമുളക്, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില, പിന്നെ ഉപ്പ്, വിനീഗർ ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ബിരിയാണിക്ക് നെയ്ച്ചോർക്കൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം ഇതാ നമ്മളെ ക്ലീനിങ് പരിപാടിയും കഴിച്ചിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ ഇതാ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും കഴിഞ്ഞപ്പോൾ പിന്നെ ഇതാ കുറച്ച് ഡ്രസ്സ് ഇവിടെ മടക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മടക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ തന്നെ മടക്കി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കതൊരു മടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെ മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ മിഷൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഡ്രസ്സ് മടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇതാ ബലപ്പഴിച്ച് പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്കിതാ ഓറഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഉച്ചക്ക് ഇതാ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ മിഷു നീച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഇതാ ഓനക്കും കൂടി ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മിഷുവിന് ചോറൊക്കെ കഴിക്കാൻ നല്ല മടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പുറത്തു കൂടെ ഒക്കെ ഇങ്ങനെ നടന്നിട്ടാണ് കേട്ടോ കൊടുക്കൽ. എന്നാലും പിന്നെ കുറച്ചൊക്കെ കഴിക്കൂട്ടോ. അപ്പോൾ അങ്ങനെ മിഷുവിൻ്റെ ഫുഡ് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര കൊള്ളട്ടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.